വിധിയുടെ വിവരങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയതിന് ശേഷം അത് സംബന്ധിച്ച് ഇന്നത്തെ ക്യാബിനറ്റ് ചർച്ച ചെയ്യും. അടിയന്തരമായി കേരള നിയമസഭ വിളിച്ചുകൂട്ടണമെന്ന് കേരള നിയമസഭ വിളിച്ചുകൂട്ടുകയും ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ അറിയിക്കുന്നു. വിധി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്, ദൗർഭാഗ്യകരമാണ്. നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ച് സർക്കാർ മേൽ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു. ജനങ്ങളുടെ ജീവിതം, അവരുടെ ജീവൻ, അത് സംബന്ധിച്ചുള്ള ആശങ്ക, അത് സുപ്രീം കോടതി വേണ്ട പോലെ കണക്കിലെടുത്തില്ല എന്നുള്ളത് അങ്ങേയറ്റത്തെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വിധി കേരളത്തിന് എതിരായി വന്ന സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നിയമവിദഗ്ധരുമായി അടിയന്തരമായി ആലോചിക്കും. സുപ്രീം കോടതി വാസ്തവത്തിൽ നമുക്കുള്ള കഴിവ് തെളിയിക്കാൻ വേണ്ടി ഇന്ന് പാസാക്കിയ ഓർഡർ പുനഃപരിശോധന ചെയ്യണമെന്ന് ഹർജി കൊടുക്കുകയാണ് വേണ്ടത്. ഈ ദൗർഭാഗ്യകരമായ സാഹചര്യം തീർച്ചയായും മറ്റ് വേദികളിൽ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടണം, പരിഹരിക്കപ്പെടണം. ഈ രൂപത്തിൽ ഈ വിധി നടപ്പിലാക്കുന്നത് കേരളത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു മാത്രമല്ല, ഇതൊരു വെല്ലുവിളിയായി കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വിധിയെ കാണേണ്ട വരുന്ന സാഹചര്യം. ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പാസാക്കിയൊരു നിയമമാണ് ഡാം സുരക്ഷാ നിയമം. ആ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നിന്ന് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷ സംബന്ധിച്ച് ഉള്ള എല്ലാ ആശങ്കകളും ദൂരീകരിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതായി